പ്രിയമുള്ളവരെ, ഭൂമി വിറ്റ പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ചെർപ്പുളശ്ശേരിയിലെ ഒരമ്മയെ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഭഗവാൻ തോന്നിച്ചു, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ എന്നാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം കേട്ടിട്ടുണ്ട്. വലിയ സമ്പന്നനാണ്. ചെറിയ പ്രായത്തിലെ വമ്പിച്ച ആസ്തിയാണ് കൈവരിച്ചത്. പണം ഒരുപാട് പെരുകിയിട്ടും ഉള്ളിലൊരു ശൂന്യത അനുഭവിക്കുന്നത് പോലെ. ഭിക്ഷയാചിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തുള്ള സന്തോഷം പോലും തനിക്ക് ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്നോർത്ത് അയാളുടെ മനസ്സ് നൊന്തു. പണം കൊണ്ട് നേടാനാകാത്ത ചിലതുണ്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. ആത്മസുഹൃത്തിനോട് ആ വിഷമം പറഞ്ഞു. അനുഭവിക്കുന്ന അശാന്തിയുടെ ആഴം പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു. സുഹൃത്ത് അയാളെ കൊണ്ടുപോയത് പരിചയമുള്ളൊരു മാഷിൻ്റെ അടുത്തേക്കാണ്. മാഷോട് മനസ്സു തുറന്ന് സംസാരിക്കാൻ സുഹൃത്ത് നിർദ്ദേശിച്ചു. അയാൾ ഉള്ളു തുറന്നു. എല്ലാം പറഞ്ഞപ്പോൾ മനസ്സ് തണുത്തു. കഥയെല്ലാം കേട്ടുകഴിഞ്ഞ് മാഷ് ആശ്വസിപ്പിച്ചു. വാത്സല്യത്തോടെ തലോടി. പിന്നെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. ഗ്ലാസ് കൊണ്ടുള്ള ഒരു ജനാലയുണ്ടവിടെ. അതിലൂടെ നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അങ്ങാടി നന്നായി കാണാം. മനുഷ്യരും വാഹനങ്ങളും തിങ്ങി നിൽക്കുന്ന തെരുവിലേക്ക് അയാളങ്ങനെ നോക്കി നിന്നു. ആ ജനാലയുടെ അരികിൽ മറ്റൊരു ഗ്ലാസ് ഉണ്ട്. അതിലൂടെയും നോക്കാൻ പറഞ്ഞു. ഇല്ല, അതിലൂടെ അങ്ങാടി കാണുന്നില്ല. കാരണം അതൊരു നീലക്കണ്ണാടിയാണ്. അതിൽ അയാളെ കണ്ടു. അരികിൽ മാഷിനെയും കണ്ടു. അവിടെ വെച്ച് മാഷ് പറഞ്ഞു കൊടുത്തു, ഈ ജനാലയ്ക്കും കണ്ണാടിക്കും ഒരേ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വശത്ത് വെള്ളി പൂശിയപ്പോൾ ഇത് നീലക്കണ്ണാടിയായി. വെള്ളി വന്നതോടെ അപ്പുറത്തുള്ളതൊന്നും കാണാൻ പറ്റാതെയായി. സ്വന്തത്തെ മാത്രം കാണുന്ന അവസ്ഥയായി. പണവും വലിയ സൗകര്യങ്ങളുമൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതാണ് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യരെ കാണുന്ന ജനാലയാണടാ രസം. മനുഷ്യരെ കാണാൻ ശ്രമിക്കൂ. അവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കൂ. അതാണ് നിങ്ങളുടെ ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന്. ഇതായിരുന്നു മാഷിൻ്റെ ഉപദേശം. തിരിച്ചു പോരുമ്പോൾ കാറ് ഒതുക്കിയിട്ട് അയാൾ തെരുവിലൂടെ നടന്നു. കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെയൊരു നടത്തം. നിസ്സഹായരായ മനുഷ്യരുടെ നൊമ്പരങ്ങൾ അയാൾ കണ്ടു. യാചകരെയും യാത്രികരെയും കണ്ടു. വീട്ടിലേക്ക് മടങ്ങുന്നവരെയും വീടില്ലാതെ അലയുന്നവരെയും കണ്ടു. ജനങ്ങളെ കാണുന്ന ജനാലയും വെള്ളി പൂശിയ കണ്ണാടിയും പിന്നെയും പിന്നെയും ഓർത്തു. ആ കൂടിക്കാഴ്ചയും അന്നത്തെ വൈകുന്നേരവും അയാളുടെ ജീവിതത്തെ ആകെ മാറ്റി. സമയവും സ്നേഹവും സമ്പത്തും മനുഷ്യർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. മനസ്സിൻ്റെ സമാധാനം. ഒരുപാട് പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാൾ പറഞ്ഞു തന്നൊരു വാക്കുണ്ട്. നെഞ്ചിലിങ്ങനെ എഴുതി വെക്കേണ്ട മുന്നറിയിപ്പ് പോലൊരു വാക്കാണ്. എടാ, കഴിവുകൾ പടച്ചോൻ തരുന്നതാണ്.
അതുകൊണ്ട് വിനയം ഉണ്ടാവണം. പ്രസിദ്ധി മനുഷ്യന്മാർ തരുന്നതാണ്, അവരോട് നന്ദി ഉണ്ടാവണം. അഹങ്കാരവും പൊങ്ങച്ചവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.